ഹായ്. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഗോളൊന്നും സെലക്ട് ചെയ്യാതെയാണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്തു പോകുന്നത്. ഇത് ഒരു പഠിക്കുന്നതായതുകൊണ്ട് എല്ലാ ഏരിയയും നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് സെർച്ച് ഏതൊക്കെ ക്യാമ്പയിൻ ടൈപ്സ് ആണെന്നുള്ളതാണ്. ഏത് ക്യാമ്പയിൻ ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഗൂഗിളിൽ ഏകദേശം ഈ 8ഓളം ടൈപ്പാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ മാറിയും മറിഞ്ഞൊക്കെ വരാം അവരുടെ അപ്ഡേഷൻ വരും തോറും. സോ സെർച്ച് ആഡ് ഉണ്ട്, പെർഫോമൻസ് മാക്സിമം ഉണ്ട്, ഡിസ്പ്ലേ ആഡ് ഉണ്ട്, ഷോപ്പിംഗ് ആഡ് ഉണ്ട്, ഡിമാൻഡ് ജൻ ഉണ്ട്, ജനറേഷൻ ആഡ് ഉണ്ട്, സ്മാർട്ട് ആഡ് ഉണ്ട്, ആപ്പ് ആഡ് ഉണ്ട്, വീഡിയോ ആഡ് ഉണ്ട്. സോ ചിലതൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും, ചിലതിലെ ഡൗട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അതിനൊന്ന് ഡീപ്പായിട്ട് പഠിക്കാം. സോ പ്രധാനപ്പെട്ട ആഡുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ആഡുകളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ കണ്ട ഈ എല്ലാ ടൈപ്പുകളും ഇതിലിപ്പോൾ നിങ്ങൾ കാണാത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് വീഡിയോ ഡിസ്കവറി ആഡാണ്. അതിപ്പോൾ നമുക്കതിൽ കാണിച്ചു തന്നിട്ടില്ല. സോ എല്ലാതും കൂടി ഒരുമിച്ച് പഠിക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത്. സോ ഏതൊക്കെ ടൈപ്പ് ആഡുകളാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും ഇമേജ് സഹിതം പഠിക്കാം. സോ ഫസ്റ്റ് ഉള്ളതാണ് ഗൂഗിൾ സെർച്ച് ക്യാമ്പയിൻസ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഇവിടെ സെർച്ച് ചെയ്ത് വരുന്ന റിസൾട്ടിൽ ആദ്യം ഇവിടെ AD എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്പോൺസേഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആദ്യത്തെ 4 വരെയാണ് ഈ സെർച്ച് ആഡുകൾ വരിക. ഓക്കെ, ഗൂഗിൾ സെർച്ചിൽ വരുന്ന ഫസ്റ്റ് 4 എന്താണ് നമ്മളുടെ ഗൂഗിൾ ആഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സെർച്ച് ആഡ്. ഇനി അടുത്തത് അതിൽ തന്നെ റെസ്പോൺസീവായിട്ടും പല രൂപത്തിലും സെർച്ച് ആഡുകൾ വരുന്നുണ്ട്. മൊബൈലിലാണെങ്കിൽ കോൾ ആഡ്സ് വരാറുണ്ട്, അഥവാ കോൾ ബട്ടൺസ് ആയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ കോൾ പോകുന്ന രൂപത്തിൽ. പിന്നെ കോൾ ആഡ്സ് എന്നാണ് പറയുക. അത് നമ്മൾ എക്സ്റ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. സോ അടുത്തതാണ് ഡിസ്പ്ലേ ആഡ്. വെബ്സൈറ്റുകളുടെ താഴെയും ആപ്പുകളുടെ താഴെയും ഒക്കെ നിങ്ങൾ വളരെയധികം ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തൊരു സാധനമായിരിക്കും ഇത്. ഇതാണ് ഡിസ്പ്ലേ ആഡ്. ഇതിന് കോർണറിലായിട്ട് ഒരു ഐക്കൺ ഉണ്ടാവും, ഗൂഗിളിൻ്റെ ആഡിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാവും. സോ ഇതാണ് ഡിസ്പ്ലേ ആഡുകൾ. ഡിസ്പ്ലേ ആഡുകൾ പല സൈസിലും പല രൂപത്തിലും പല ഭാവത്തിലും വരുന്നൊരു സാധനമാണ്. സോ ഇത് ബ്രാൻഡിങ്ങിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. വെബ്സൈറ്റ് ട്രാഫിക് നമുക്ക് കിട്ടും, പക്ഷേ അതിന് ഒരു ഒബ്ജക്റ്റീവായിട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആഡല്ല. ബ്രാൻഡിങ്ങിന് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള റീമാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ആഡാണ് ഡിസ്പ്ലേ ആഡ്. ഓക്കെ, അതന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട സിംഗിൾ ഇമേജ് ഡിസ്പ്ലേ ആഡാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിപ്പിക്കുക. പിന്നെയുണ്ട് റെസ്പോൺസീവ് ഡിസ്പ്ലേ ആഡ്സ്. ഓക്കെ, അതൊന്നും കൂടിയും റിസ്ക് ആണ്, എങ്കിലും നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ കഴിയുന്നവരാണ്. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി അടുത്തതാണ് വീഡിയോ ആഡ്. അത് നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും, സ്കിപ്പ് ആഡൊക്കെ വെച്ചിട്ട് വരുന്ന ആഡുകൾ. ഇതിനാണ് വീഡിയോ ആഡ് പറയുക. യൂട്യൂബ് വീഡിയോയിൽ ഒരുപാട് വരുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ചൊരു ആവശ്യമില്ല, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് പല ടൈപ്പ് ഉണ്ട്, അതൊന്നും മനസ്സിലാക്കുക. സ്കിപ്പബിൾ ഇൻ സ്ട്രീം ആഡ്സ് എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്കിപ്പ് നോ അല്ലെങ്കിൽ സ്കിപ്പ് എന്നുള്ള ബട്ടൺ വരും. നോൺ സ്കിപ്പബിൾ ആഡ് അഥവാ സ്കിപ്പ് ചെയ്യേണ്ട ബട്ടൺ വരാത്ത ആഡുകൾ നമുക്ക് അത് ഫുള്ള് കാണേണ്ടി വരും. മാക്സിമം 15 സെക്കൻഡ് വരെയാണ് അതിന് നമുക്ക് ടൈം കിട്ടുക. അടുത്താണ് ഇൻഫീഡ് വീഡിയോ ആഡ് എന്ന് പറഞ്ഞാൽ ഒരു തംബ്നെയിൽ മാത്രം, അഥവാ നമ്മൾ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നുണ്ടാവും, അത് സ്പോൺസേർഡ് ആണ്. അവിടെ നമുക്ക് സ്പോൺസേർഡ് എന്ന് എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ടാവും അവർ. അതാണ് തംബ്നെയിൽ മാത്രമേ കാണുള്ളൂ, നമ്മളെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യില്ല. അത് ഡിസ്കവറി ആഡായിട്ടൊക്കെയാണ് അധികം ചെയ്യുമ്പോഴാണ് അതൊക്കെ യൂസ്ഫുൾ ആവുന്നത്. എങ്കിലും നല്ല വ്യൂസ്, ക്വാളിറ്റി വ്യൂസ് ആയിരിക്കും. വെറുതെ ആളുകളെ കഷ്ടപ്പെടുത്തി കാണിക്കുന്നതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടായിരിക്കും. യൂട്യൂബ് സെർച്ച് റിസൾട്ടിലും ഇങ്ങനെ വരാറുണ്ട്. അത് നമ്മളുടെ റിലേറ്റഡ് ആയിട്ട് സെർച്ച് ചെയ്യുന്നതിൽ. ബമ്പർ ആഡ് എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡുള്ള അഥവാ 5 സെക്കൻഡുള്ള വീഡിയോ എന്ന് നിങ്ങൾ വിചാരിക്കാറുണ്ട്. ശരിക്കും ആ 5 സെക്കൻഡ് എന്നുള്ളത് 1 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം 5 എന്ന് എണ്ണ. അപ്പോൾ ഇത് നമ്മൾ 6 സെക്കൻഡായിട്ടാണ് ശരിക്കും വരുന്നത്. അപ്പോൾ 6 എന്നുള്ള നമ്പർ നമ്മൾ കാണാത്തതുകൊണ്ട് 5 സെക്കൻഡ് എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. സോ ഈ ബമ്പർ ആഡ് എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡുള്ള ആഡുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ കുറവ് 4 5 ജസ്റ്റ് കാണിച്ചിടാൻ പോകും. നമുക്ക് സ്കിപ്പ് ആഡൊന്നും ഒക്കെ ഉണ്ടാവില്ല, അതിനാണ്. ഇനിയുള്ളതാണ് ഔട്ട് സ്ട്രീം ആഡ്സ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആപ്പുകളൊക്കെ ക്ലോസ് ചെയ്യും തുറക്കും ചെയ്യുമ്പോൾ യൂട്യൂബ് വീഡിയോ പോലെ തന്നെ വീഡിയോ ആയിട്ട് വരുന്ന ആഡുകൾ. അത് ഇവരേറ്റ് തേർഡ് പാർട്ടി എന്നാണ് പറയാം. അത് ഇവരുടെ പാർട്ട്നേഴ്സ് സൈറ്റുകൾ, ആപ്പുകളാവാം, എന്തും ആവാം, അവരുമായിട്ട് എന്ത് ചെയ്യും,
അവരുടെ വ്യൂ അല്ലെങ്കിൽ അത് യൂട്യൂബ് വീഡിയോ പോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സ്ക്രോൾ ചെയ്യാനൊന്നും ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. എങ്കിലും അതും ഒരു വീഡിയോ ആഡാണ്. ഓക്കെ, പിന്നുള്ളതാണ് ഇത് നിങ്ങൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നമ്മളുടെ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ വരുന്ന ഒരു ആഡാണ്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് പ്ലേ ആവും. ഇത് അവരോട് ഓൺലി അവൈലബിൾ ഗൂഗിൾ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഒന്നും കൂടി റിസ്ക്കാണ്. വലിയ കമ്പനികളെ അവിടെ ആപ്പിളിൻ്റെ പരസ്യങ്ങളാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. പിന്നെ ചില കമ്പനികളത് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ ഒരു വീഡിയോ മുകളിൽ നിൽക്കുന്നത് അധികം കമ്പ്യൂട്ടറിലാണ് ഓട്ടോമാറ്റിക് പ്ലേ ആവും, പക്ഷേ ഓഡിയോ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു യൂട്യൂബിൻ്റെ ഹോം പേജിലാണ് അത്. ഓക്കെ, അതിനൊരു പ്രൈസിങ് ഹൈ പ്രൈസിങ് ആണ്. സോ ഇപ്പോൾ പൊതുവെ വരാറില്ല, പണ്ടൊന്നും ഓരോ വീഡിയോ വെച്ചിട്ട് ഓരോ ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഗൂഗിൾ വീഡിയോ ആഡ്സ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തതാണ് ഗൂഗിൾ ഷോപ്പിംഗ് ക്യാമ്പയിൻസ്. ഷോപ്പിംഗ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞാൽ അഥവാ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആഡ്സ് എന്ന് പറഞ്ഞൊരു സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഒരു സാധനം. അത് നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റുകളുടെ ഷോപ്പുകളുടെ നമ്മൾ എന്തെങ്കിലും ചെറിയ പ്രൊഡക്റ്റോ ഷർട്ടോ ജാക്കറ്റ് എന്തെങ്കിലും സെർച്ചിൽ തന്നെ ഇങ്ങനെ വരും ചില സാധനങ്ങൾ. അതിൻ്റെ പ്രൈസുകൾ, പല കമ്പനികളുടെ പ്രൈസുകൾ. ഇത് പല കമ്പനികൾ പരസ്യം കൊടുക്കുന്നതാണ് അവരുടെ പ്രൊഡക്റ്റുകൾ. അത് അവർ കൊടുക്കുന്നതാവില്ല, ഓട്ടോമാറ്റിക് സിസ്റ്റങ്ങളുണ്ട്. അഥവാ ഇ കൊമേഴ്സുമായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആഡ് ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റമുണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ ഷോപ്പിംഗ് ആഡ് എന്ന് പറയാം. ഇത് ഇവിടെ മാത്രമല്ല, പല ആപ്പുകളിലും പല ഓലെ പാർട്ട്നേഴ്സ് പല വെബ്സൈറ്റുകളിലും ഒക്കെ ഈ ആഡുകൾ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. ഇനി അടുത്തതാണ് സ്മാർട്ട് ക്യാമ്പയിൻ. ഈ സ്മാർട്ട് ക്യാമ്പയിൻ എന്നുള്ളത് ചാപ്റ്റർ ഞാൻ എൻ്റർലി വേറൊരു ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഗൂഗിൾ ആഡ് ചെയ്യാൻ മുമ്പ് ശേഷമായിട്ട് പറഞ്ഞു തരാം. ആ സ്മാർട്ട് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇൻ കേസ് നമുക്ക് അഡ്വാൻസ് മെത്തേഡ് അറിയില്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഗൂഗിൾ സ്മാർട്ട് ക്യാമ്പയിൻസ്. സോ നിങ്ങൾ ഓരോന്നും നോട്ട് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യുക. സോ നിങ്ങൾ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ആഡാണ് എന്ത് സ്മാർട്ട് ക്യാമ്പയിൻ. അതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ നല്ല ആകെ 4 ഒബ്ജക്റ്റീവ് ഉള്ളത് നമുക്ക് അവിടെ പറയുമ്പോൾ ഡീപ്പായിട്ട് തന്നെ പറയാം അതിൻ്റെ ഓരോ ഓപ്ഷൻസും. അടുത്തതാണ് ഗൂഗിൾ പെർഫോമൻസ് മാക്സിമം. ഓക്കെ, പെർഫോമൻസ് മാക്സിമം എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരുമിച്ച് പരസ്യം ചെയ്യുക. യൂട്യൂബ്, ജിമെയിൽ, ഗൂഗിൾ മാപ്പ്, സെർച്ച്, ഡിസ്പ്ലേ എല്ലാത്തിലും കൂടി ഒരുമിച്ച് പരസ്യം ചെയ്യാനുള്ളൊരു ടൈപ്പ് ഓഫ് ക്യാമ്പയിനാണ് ഗൂഗിൾ പെർഫോമൻസ് മാക്സിമം. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ മാപ്പിൽ ചെയ്യാം, ഗൂഗിൾ സെർച്ചിൽ ചെയ്യാം, ഡിസ്കവറിയിൽ ചെയ്യാം, ഡിസ്പ്ലേ ആഡ് ചെയ്യാം, യൂട്യൂബ് ചെയ്യാം, അങ്ങനെ ഒരുമിച്ച് ചെയ്യാം. എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ് ഡിസ്പ്ലേ ആഡ്. ആപ്പ് പ്ലേ സ്റ്റോറിലൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയതാണ്. അത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് വളരെ കുറവാണ്, പക്ഷേ റിസൾട്ടും ക്വാളിറ്റി വ്യത്യാസമുണ്ട്, കുറവാണ്. ബ്രാൻഡിങ്ങിനൊക്കെ നല്ല ബെനിഫിറ്റാണ്, ഹെൽപ്ഫുള്ളാണ്. കുറഞ്ഞ ഏരിയയിലൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരിലേക്കും, കുറഞ്ഞ ഏരിയയിൽ ഗൂഗിളിൻ്റെ കീഴിലുള്ള എല്ലാ ഏരിയയിലേക്കും എത്താനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണത്. ജനറലായിട്ടൊരു ഓഡിയൻസ് ഉള്ള ബിസിനസ് ആണെങ്കിലും നല്ല ഹെൽപ്ഫുള്ളാണ്. ഇനി ആപ്പ് ഇൻസ്റ്റാളേഷൻ, അഥവാ നിങ്ങൾ ആപ്പുകളിലും ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗൂഗിൾ സെർച്ചിലോ അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷനുകൾ ക്ലോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിലോ ഒക്കെ നിങ്ങൾ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലൊക്കെ നിങ്ങൾ ആപ്പിൻ്റെ സ്പോൺസേഡ് സജസ്റ്റഡ് ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതും നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. ഇനി അടുത്താണ് ഡിസ്കവറി. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ ആളുകളിലേക്ക് അവർ സ്ക്രോൾ ചെയ്യുന്നിടയ്ക്ക് നമ്മൾ അവരെത്തിയിട്ട്, അഥവാ ഫേസ്ബുക്കിലൊക്കെ പോലെ ഇൻട്രസ്റ്റിംഗ് ആയ ആളുകളിലേക്ക് എത്തിയിട്ട് അവർ നമ്മളെ സ്ക്രോൾ ചെയ്തെടുക്കുന്നു, ശേഷം എന്ത് ചെയ്യുന്നു, നമ്മളെ വിസിറ്റ് ചെയ്യുന്നു. അഥവാ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അഥവാ ക്ലിക്ക് വരുന്നത് ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള ക്ലിക്കുകളാണ് ഇങ്ങനെ ഡിസ്കവറി ആഡ്സിൽ വരിക. ഓക്കെ, ആളുകൾ പുതിയ കസ്റ്റമറിലേക്ക് എത്താനൊക്കെയാണ് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ, പിന്നെയുള്ളതാണ് ലോക്കൽ ക്യാമ്പയിൻ. അഥവാ
ഗൂഗിൾ മൈ ബിസിനസ് പോലെയുള്ള ആപ്ലിക്കേഷനിലോ ഗൂഗിൾ സെർച്ചിലായിട്ടോ സ്പെസിഫിക് ഏരിയകളിൽ പരസ്യം ചെയ്യുമ്പോഴാണ് ഈ ലോക്കൽ ആഡ് ഭയങ്കര ഹെൽപ്ഫുൾ ആവുക. ഓഫ്ലൈൻ ആയിട്ടുള്ള ലൊക്കേഷൻസ്, റെസ്റ്റോറൻറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുക. ഓക്കെ, ഇത്രയും ആഡുകളാണ് നമുക്ക് സർവീസ് ആഡ്. നമ്മളിവിടെ അത്ര സക്സസ് അല്ല. ഓക്കെ, നമ്മളിവിടെ റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആഡ് വരെ നമുക്ക് പഠിച്ചു പോകാം.